അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പുതിയ പദങ്ങളുടെ അർത്ഥം പഠിച്ചു. അതുപോലെ പദങ്ങൾ ചേർത്തെഴുതാനും പഠിച്ചു. ഇനി നമ്മൾക്ക് പര്യായ പദങ്ങൾ പഠിക്കാം. പേജ് നമ്പർ 30, പേജ് നമ്പർ 30 എല്ലാവരും തുറന്നു വെക്കുക. എന്നിട്ട് മാം പറഞ്ഞു തരുന്നത് നല്ല പോലെ ശ്രദ്ധിക്കുക. അത് ടെക്സ്റ്റ് ബുക്കിലേക്ക് പകർത്തി എഴുതുകയും വേണം. ആദ്യത്തേത് യുദ്ധം. എന്താണ്? യുദ്ധം. യുദ്ധം പര്യായം അടർ പോര്. അടർ പോര്. അടുത്തത് വില്ല്. വില്ല് പര്യായം ശരം സായകം. വില്ല് പര്യായം ശരം സായകം. നെക്സ്റ്റ് അമ്പ്. അമ്പ് പര്യായം ധനുസ് ചാപം. എന്താണ്? അമ്പ് പര്യായം ധനുസ് ചാപം. അപ്പോൾ ഒന്നുകൂടെ പറയാം. യുദ്ധം പര്യായം അടർ പോര്. വില്ല് പര്യായം ശരം സായകം. അമ്പ് പര്യായം ധനുസ് ചാപം. അടുത്തതായി നമുക്ക് വിപരീതം കണ്ടെത്താം. താഴെ 4 പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ വിപരീത പദങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാം. എതിർത്തു വിപരീതം. എതിർത്തു വിപരീതം അനുസരിച്ചു. എതിർത്തു വിപരീതം എന്താണ്? അനുസരിച്ചു. അടുത്തത് ജനനം. ജനനം വിപരീതം വെരി ഗുഡ്. എന്താണ്? മരണം. ജനനം വിപരീതം മരണം. ഫലം വിപരീതം ആർക്കെങ്കിലും അറിയോ? ഫലം വിപരീതം നിഷ്ഫലം. എന്താണ്? ഫലം വിപരീതം നിഷ്ഫലം. ദീർഘം വിപരീതം. ദീർഘം വിപരീതം ഹ്രസ്വം. എന്താണ്? ഹ്രസ്വം. ഒന്നുകൂടെ പറയാം. എതിർത്തു വിപരീതം അനുസരിച്ചു. ജനനം വിപരീതം മരണം. ഫലം വിപരീതം നിഷ്ഫലം. ദീർഘം വിപരീതം ഹ്രസ്വം. ഇതോടുകൂടി കേരള സിംഹം എന്ന പാഠഭാഗത്തിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളും നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പുതിയൊരു അധ്യായം പഠിക്കാം.